വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. കേന്ദ്ര ബജറ്റിനെതിരെ രൂക്ഷ വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. അംബാനിക്കും അദാനിക്കും മാത്രമാണ് ബജറ്റിൽ നേട്ടമുണ്ടായത്. അഗ്നിവീറുകളുടെ പെൻഷനായി സർക്കാർ പണം മാറ്റിവെച്ചില്ല. രാജ്യം ചക്രവ്യൂഹത്തിൽപ്പെട്ട അവസ്ഥയിലാണ്. ചക്രവ്യൂഹം നിയന്ത്രിക്കുന്നത് മോദിയും അമിത്ഷായും ഉൾപ്പെടെ 6 പേരാണെന്നും രാഹുൽ ഗാന്ധി ആരോപിച്ചു. ഇതിനിടെ സഭയിൽ സ്പീക്കറും രാഹുലും തമ്മിൽ തർക്കമുണ്ടായി. സഭയിൽ കള്ളം പറയരുതെന്ന് രാഹുലിനോട് സ്പീക്കർ ഓം ബിർള ആവശ്യപ്പെട്ടു. വസ്തുതകൾ പറയുന്നത് എങ്ങനെ ചട്ടലംഘനമാകുമെന്ന് രാഹുൽ ഗാന്ധി ചോദിച്ചു. सर, आज भी चक्रव्यूह के बीच में 6 लोग हैं। सर, चक्रव्यूह के बिल्कुल सेंटर में, चक्रव्यूह में हजारों लोग होते हैं सर, मगर उसके बिल्कुल सेंटर में 6 लोग कंट्रोल करते हैं। तो जैसे उस टाइम 6 लोग कंट्रोल करते थे, वैसे आज भी 6 लोग कंट्रोल कर रहे हैं। चक्रव्यूह को नरेंद्र मोदी जी, अमित शाह जी, मोहन भगवत जी, अजीत दोवल जी, अंबानी और अदानी जी कंट्रोल कर रहे हैं। सेना के जवानों को आपने अग्निवीर के चक्रव्यूह में फंसाया। सही बात। इस बजट में अग्निवीरों के पेंशन के लिए 1 रुपया नहीं है। ആർ രാധാകൃഷ്ണൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന്. ആർ കെ രാഹുലിന്റെ അതിരൂക്ഷമായ വിമർശനം, അതിനിടയിൽ തന്നെ സഭയിൽ ഭരണ പ്രതിപക്ഷ പോര്, സ്പീക്കറുടെ ഇടപെടൽ, എന്താണ് സഭയിൽ കണ്ടത് ആർ കെ? ബഡ്ജറ്റ് ചർച്ചകളിൽ പങ്കെടുത്തുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി സംസാരിച്ചത്. അദ്ദേഹം രാജ്യത്തിന്റെ സർവ്വതോന്മുഖമായിട്ടുള്ള മേഖലകളിൽ സർക്കാർ പരാജയവും ബഡ്ജറ്റ് ലക്ഷ്യങ്ങളില്ലാത്തതാണ് എന്നുമാണ് വിശദീകരിച്ചത്. പ്രധാനപ്പെട്ടതായി അദ്ദേഹം ചൂണ്ടിക്കാട്ടാൻ ശ്രമിച്ചത് സാമൂഹികമായും വിദ്യാഭ്യാസമായും തൊഴിൽപരമായും വ്യവസായപരമായും ദിശാപരമായിട്ട് ഏതെങ്കിലും ഒരു പ്രത്യേക പ്രതീക്ഷയുടെ സൂചിക മുന്നോട്ട് വയ്ക്കാനായിട്ട് ബഡ്ജറ്റിന് സാധിച്ചിട്ടില്ല. ഈ ബഡ്ജറ്റ് ജനവിരുദ്ധമാണ്. ഒരു ചക്രവ്യൂഹത്തിലാണ് രാജ്യം ഉള്ളത്. ആ ചക്രവ്യൂഹത്തെ നിയന്ത്രിക്കുന്നത് 6 പേരാണ്. 6 പേരിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മധ്യസ്ഥാനത്ത് നിൽക്കുന്നു. ഒപ്പം അമിത്ഷാ, മോഹൻ ഭാഗവത്, അജിത് ഡോവൽ എന്നിവരാണ് മറ്റ് വശങ്ങളിൽ നിൽക്കുന്നത്. ഈ ചക്രവ്യൂഹത്തിൽ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം A1-നും A2 അദാനിക്കും അംബാനിക്കും വേണ്ടിയാണ് എന്ന് സൂചിപ്പിച്ചുകൊണ്ടായിരുന്നു രാഹുൽ ഗാന്ധിയുടെ വിമർശനം. അദാനി അംബാനി പേരുകൾ സഭയിൽ ഉന്നയിക്കാൻ ശ്രമിച്ചപ്പോൾ സ്പീക്കറിന്റെ ഭാഗത്ത് നിന്ന് ഒരു എതിർപ്പ് ഉണ്ടായി. ആ ഘട്ടത്തിലാണ് A1 A2 എന്ന പരാമർശത്തിലൂടെ അംബാനിയെയും അദാനിയെയും രാഹുൽ ഗാന്ധി പ്രതിനിധീകരിച്ചത്. ഒപ്പം തന്നെ സഭയിൽ ഒരു ചിത്രം ഉയർത്തിക്കാട്ടാൻ രാഹുൽ ഗാന്ധി ശ്രമിച്ചത് ഈ ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട് ധനമന്ത്രിയുടെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥർ ഹൽവ പാചകം ചെയ്ത് വിതരണം ചെയ്യുന്ന ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചിത്രം ഉയർത്തിക്കാട്ടാൻ ശ്രമിച്ച് അദ്ദേഹം രാജ്യത്തിന്റെ സാമൂഹിക അന്തരീക്ഷം എങ്ങനെയാണ് എന്നത് വിശദീകരിക്കാൻ ശ്രമിച്ചു. ഇത് സഭയിൽ കുറച്ചു നേരത്തേക്ക് പ്രക്ഷുബ്ധമായിട്ടുള്ള അന്തരീക്ഷം ഉണ്ടാക്കി. സ്പീക്കർ ഇതിനെ എതിർത്തു. ഈ ചിത്രം സഭയിൽ ഉയർത്തിക്കാട്ടാൻ സാധിക്കില്ല എന്നായിരുന്നു സ്പീക്കറിന്റെ നിലപാട്. ആ ചിത്രം ചൂണ്ടിക്കാട്ടുക വഴി രാഹുൽ ഗാന്ധി സമർത്ഥിക്കാൻ ശ്രമിച്ചത് ആ ചിത്രത്തിലുള്ളവരിൽ 2 പേർ മാത്രമാണ് പിന്നാക്ക പട്ടികജാതി വിഭാഗത്തിൽപ്പെടുന്നവർ. ബാക്കിയുള്ളവരെല്ലാം മുന്നാക്ക വിഭാഗത്തിൽപ്പെടുന്നവരാണ്. രാജ്യത്തിന്റെ ഭൂരിപക്ഷം വരുന്ന പിന്നാക്ക ജനവിഭാഗങ്ങളുടെ അവസ്ഥ അഥവാ പ്രാതിനിധ്യം ഇപ്രകാരമാണ് ഈ സർക്കാരിന്റെ കീഴിൽ എന്നാണ് അദ്ദേഹം വിശദീകരിക്കാനായി ശ്രമിച്ചത്. വലിയ ബഹളം സഭയിൽ ഉണ്ടാകുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ എത്തി. ശരി, ആർ രാധാകൃഷ്ണൻ വിവരങ്ങൾ നൽകുകയായിരുന്നു ഡൽഹിയിൽ നിന്ന്. അതിരൂക്ഷ വിമർശനം രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തു നിന്നുണ്ടായി. കോഴിക്കോട് 4 വയസ്സുകാരന് അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചു. രോഗലക്ഷണങ്ങളോടെ കോഴിക്കോട് ചികിത്സയിലുള്ള കുട്ടിയുടെ പരിശോധനാ ഫലമാണ് പോസിറ്റീവായത്. കുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമാണ്. മിഥില ബാലൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി കോഴിക്കോട്ട് നിന്ന്. മിഥില, വിശദാംശങ്ങൾ എന്താണ് മിഥില? മിഥില ബാലനിലേക്ക് അല്പസമയത്തിനകം തന്നെ എത്താം. കോഴിക്കോട് 4 വയസ്സുകാരന് അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചിരിക്കുന്നു. അതിന്റെ പരിശോധനാ ഫലം പുറത്തു വന്നിരിക്കുന്നു. രോഗലക്ഷണങ്ങളോടെ കോഴിക്കോട് ചികിത്സയിലുള്ള കുട്ടിയുടെ പരിശോധനാ ഫലമാണ് ഇപ്പോൾ പോസിറ്റീവായിരിക്കുന്നത്. കുട്ടിയുടെ ആരോഗ്യനിലയിൽ ഈ ഘട്ടത്തിൽ ആശങ്കയില്ല എന്ന് ഡോക്ടേഴ്സ് അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. പത്തനംതിട്ട ഇലന്തൂരിൽ റോഡരികിലെ കോൺക്രീറ്റ് പ്രതലം ഇടിഞ്ഞു താഴ്ന്ന് ലോറി ചെരിഞ്ഞു. മതിലിൽ തട്ടി നിന്നതിനാലാണ് ലോറി മറയാതിരുന്നത്. ശ്രീകുമാരൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്ന്. ശ്രീത്ത്, വിവരങ്ങൾ എന്താണ്? ലോറി ഉയർത്താനുള്ള ശ്രമം അതെങ്ങനെ? ശ്രീത്ത് കേൾക്കാമോ? ശ്രീത്ത്, തീർച്ചയായും അല്പസമയം മുമ്പ് ഏതാണ്ട് 3 മണിയോട് കൂടിയാണ് ഇത്തരത്തിൽ പാറപ്പൊടി കയറ്റി വന്ന കൂടിയാവശിഷ്ടം കയറ്റി വന്ന ലോറി മറയുന്ന ഒരു സാഹചര്യമുണ്ട്. അത് ഇടിച്ച് താഴുകയായിരുന്നു. തൊട്ടടുത്ത ഒരു മതിലിലേക്ക്
ബസ്സിന് സൈഡ് കൊടുക്കുന്നതിനിടെയായിരുന്നു ഈ ഒരു അപകടം നടന്നത്. എന്തായാലും പൂർണ്ണമായി കോൺക്രീറ്റ് ലോറി ആ പ്രദേശത്തേക്ക് താഴ്ന്നൊരു സാഹചര്യം ഉണ്ടായി. എന്തായാലും ഡ്രൈവർക്കോ അല്ലെങ്കിൽ ആ വാഹനത്തിലുണ്ടായിരുന്ന മറ്റൊരാൾക്കോ കാര്യമായ പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഏറെ നേരം കുറച്ചു നേരം ഗതാഗതം ആ പ്രദേശത്ത് തടസ്സപ്പെട്ടു. ഒരു മതിലിൽ ഇടിച്ചാണ് ആ ലോറി ആ പ്രദേശത്ത് താങ്ങി നിൽക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായത്. ഇപ്പോൾ ലോറി ക്രെയിൻ വെച്ച് ഉയർത്താനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഗതാഗതം എന്തായാലും ഭാഗികമായി പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. പോലീസ് സ്ഥലത്തെത്തിയിട്ടുണ്ട്. ആർക്കും കാര്യമായി പരിക്കില്ല. ശരി, ശ്രീകുമാരൻ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു. വയനാട് മേപ്പാടി മുണ്ടക്കയിൽ മലവെള്ളപ്പാച്ചിലിന് കാരണം 2019 ഉരുൾപൊട്ടലുണ്ടായ പ്രദേശത്തെ മലയിടിച്ചിൽ. മേഖലയിൽ ഇടവിട്ട് ഇപ്പോഴും കനത്ത മഴ തുടരുകയാണ്. 2 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു. മേപ്പാടി 900 കണ്ടി പ്രദേശത്ത് സാഹസിക വിനോദസഞ്ചാരം നിരോധിച്ചു. മലയിടിഞ്ഞ പുഞ്ചിരിമട്ടം പ്രദേശത്ത് നിന്ന് സുർജിത്ത് അയ്യപ്പത്ത് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്കാണ് ഇനി. വയനാട്ടിൽ ഇടവിട്ട് അതിശക്തമായ മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്ന പ്രദേശം മേലെ മുണ്ടക്കൈ എന്ന് പറയുന്ന പ്രദേശമാണ്. ഇവിടെ പുഞ്ചിരിമട്ടം എന്ന് പറയുന്ന പ്രദേശത്താണ് നേരത്തെ 2019 ഇവിടെ ഉരുൾപൊട്ടിയ മേഖലയാണ് എനിക്ക് പിറകിലുള്ള സ്ഥലം. അവിടെ നിന്നും ഇന്ന് പുലർച്ചെ വീണ്ടും മണ്ണിടിച്ചിലുണ്ടായി. അതാണ് ഇങ്ങനെ ഈ പുഴ ചുവന്നൊഴുകുന്നത്. നമുക്കിപ്പോൾ കാണാൻ കഴിയും. വെള്ളം അടിച്ചാർത്ത് ഒഴുകിയെത്തുന്ന കാഴ്ചയാണ് ഇപ്പോൾ ഇവിടെ കാണാൻ കഴിയുന്നത്. ഒരു പ്രളയ സമാനമായ അന്തരീക്ഷമാണ് വയനാട്ടിൽ പല ഭാഗങ്ങളിലുമുള്ളത്. അതിനുദാഹരണമാണ് ഈ മുണ്ടക്കൈ ഉൾപ്പെടുന്ന മേഖല. ഈ പുഴ ഇത് ചൂരൽമല പുഴയാണ്. ഇത് താഴേക്ക് എത്തുമ്പോൾ വലിയ രീതിയിൽ ജലപ്രവാഹമായി മാറുന്നു. അത്രമാത്രം വെള്ളം ഒഴുകി എത്തുന്ന അവസ്ഥയാണുള്ളത്. ഈ മേഖലയിലുള്ള ആളുകൾക്കെല്ലാം തന്നെ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നേരത്തെ ഉരുൾപൊട്ടലുണ്ടായ പ്രദേശം എന്ന നിലയിൽ ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ രീതിയിൽ ഈ സാഹചര്യം റവന്യൂ വകുപ്പും ഉൾപ്പെടെ നിരീക്ഷണത്തിന് വിധേയമാക്കുന്നുണ്ട്. ആളുകളെ മുഴുവൻ മാറ്റിപ്പാർപ്പിക്കാനുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് മാത്രമല്ല 2-3 പ്രദേശങ്ങളിൽ നിന്ന് ദുരിതാശ്വാസ ക്യാമ്പുകൾ ഈ മേഖലയിൽ മാത്രം തുറന്നിട്ടുണ്ട് എന്നുള്ളതാണ്. വയനാട്ടിൽ മഴ അതികഠിനമായി ശക്തമായി തുടരുന്ന സാഹചര്യമാണുള്ളത്. 2020 ഓഗസ്റ്റ് 7-ാം തീയതി 2 വീട് ഫുള്ളായിട്ട് പോയി. ഭാഗികമായിട്ടൊരു വീട് നഷ്ടപ്പെട്ടു. അത് ഇതേ സ്ഥലമാണ്, സ്പോട്ടാണ്. പക്ഷേ ഇന്നലെ രാവിലെ 2:30 മുതൽ മഴ കനത്തു. ഈ വെള്ളം കയറുന്ന എല്ലാവർക്കും ഭീഷണിയായിരുന്നു. എല്ലാവർക്കും പേടി. എല്ലാവരും പരസ്പരം കരച്ചിലും പറച്ചിലും. വേറെ ആരും ഒന്നും പറയാനൊന്നുമില്ല, മാറ്റി താമസിച്ചിട്ടൊന്നുമില്ല. അങ്ങനെ ഞങ്ങൾ പരമാവധി വീടുകളൊക്കെ പോയി പറഞ്ഞു. ചില ആൾക്കാർ അവരെ വേണ്ടപ്പെട്ട ആൾക്കാരെയൊക്കെ റിസോർട്ടുകൾക്ക് മാറ്റി. സാധാരണക്കാരൊക്കെ അതാത് വീടുകളിൽ തന്നെ കിടക്കും. അപ്പം ഞങ്ങൾ എല്ലാവരും പരിശ്രമിച്ച് കംപ്ലീറ്റും 11 മണിയാകുമ്പോൾ പിന്നെ വാർഡ് മെമ്പറും സർക്കാരിൻ്റെ സംവിധാനങ്ങളൊക്കെ ഇവിടെ എത്തിയിട്ടുള്ളത്. അതുവരെ ഞങ്ങളെല്ലാവരും ഇവിടുന്ന് എല്ലാവരെയും ഞങ്ങൾ മാറ്റി ഓരോ കുടുംബക്കാരുടെ വീട്ടിലും ഞങ്ങളെ കൂട്ടുകാരന്മാരുടെ വീട്ടിലൊക്കെ ഞങ്ങൾ എത്തിച്ചിട്ടുണ്ട്. ഞങ്ങൾ ക്യാമ്പ് ഇപ്പോൾ തുറന്നിട്ടുള്ളൂ എന്ന് അവർ തന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഈ മേഖലയിലുള്ള ആളുകളെ സംബന്ധിച്ച് വലിയ അളവിലുള്ള ആശങ്ക നിലനിൽക്കുന്നുണ്ട്. കാരണം ഈ വെള്ളത്തിൻ്റെ കുത്തൊഴുക്ക് കണ്ടാൽ നമുക്കറിയാം അത്യാവശ്യം വലിയ രീതിയിലുള്ള കുത്തൊഴുക്കാണ്. നേരത്തെ ഇതായിരുന്നില്ല സാഹചര്യം. പക്ഷേ ഇപ്പോൾ ഈ മഴ ശക്തമായി ഈ ഉരുൾപൊട്ടലുണ്ടായ പ്രദേശം ആ പ്രദേശത്ത് അവിടെ വീണ്ടും മണ്ണിടിച്ചിലുണ്ടായി. ഇന്ന് പുലർച്ചെ ബാണാസുര സാഗർ ഡാം നാളെ തുറക്കും എന്നുള്ള തരത്തിലുള്ള വിവരം കൂടി നമുക്ക് ലഭ്യമാകുന്നു. റെഡ് അലേർട്ടാണ് ഈ മേഖലയിൽ. ബാണാസുര സാഗർ ഡാമിൻ്റെ ഭാഗത്ത് റെഡ് അലേർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. മാത്രമല്ല ഈ മേഖലയിൽ മാത്രമല്ല വയനാടിൻ്റെ പല പ്രദേശങ്ങളിലും മഴ കനത്തു പെയ്യുകയാണ്. കള്ളാടിയിലും പുത്തുമലയിലുമാണ് ഏറ്റവും അധികം മഴ പെയ്തിരിക്കുന്നത്. അത്രമാത്രം വലിയ രീതിയിലുള്ള മഴപ്പെയ്ത്ത് വയനാട്ടിൽ ഉണ്ടാകുന്നു എന്നുള്ളത് തന്നെയാണ്. അതാണ് ഇങ്ങനെ വെള്ളം കുത്തിയൊലിക്കാനുള്ള ഒരു സാഹചര്യമുള്ളത്. താഴെത്തടത്തിലുള്ള ആളുകളെല്ലാം തന്നെ വലിയ രീതിയിലുള്ള ആശങ്കയിലാണുള്ളത്. പ്രത്യേകിച്ച് ഈ മലയോര മേഖലയിൽ താമസിക്കുന്നവർക്കുൾപ്പെടെ ജാഗ്രതാ നിർദ്ദേശം ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട്. പ്രകാശൻ പള്ളത്തിനൊപ്പം സുർജിത്ത് അയ്യപ്പത്ത്, 24 വയനാട്. വയനാടിന്റെ വിവിധ മേഖലകളിൽ ഇടവിട്ടിപ്പോഴും അതിശക്തമായ മഴ തുടരുന്നുണ്ട്. സുർജിത്ത് അയ്യപ്പത്ത് തയ്യാറാക്കിയ റിപ്പോർട്ടാണ് നമ്മൾ കണ്ടത്. ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം തിരികെ എത്താം. വാർത്തകളിലേക്ക് വീണ്ടും. നിയമലംഘനം നടത്തുന്ന കമ്പനികൾക്കെതിരെ നടപടിയെടുക്കുന്നതിന് കർശന നിയന്ത്രണവുമായി മലിനീകരണ നിയന്ത്രണ ബോർഡ്. ചെയർപേഴ്സന്റെ അനുമതിയില്ലാതെ നടപടിയെടുക്കരുത് എന്നാണ് സർക്കുലർ. അടച്ചുപൂട്ടൽ നോട്ടീസ് നൽകുന്നതിനും വിലക്കുണ്ട്. ഉത്തരവിന്റെ പകർപ്പ് 24-ന് കിട്ടി. അശ്വിൻ പാലാഴി ചേരുന്നുണ്ട് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന്. അശ്വിൻ, എന്താണ് ഇങ്ങനെയൊരു പ്രത്യേക ഉത്തരവ് ഇറക്കാനുള്ള സാഹചര്യം? എന്താണ് അത് സംബന്ധിച്ച വിശദീകരണം അശ്വിൻ? രജിത്ത്, കഴിഞ്ഞ മാസങ്ങളിലെല്ലാം പെരിയാർ മലിനീകരണവുമായി ബന്ധപ്പെട്ട് നിരവധി കമ്പനികൾക്കെതിരെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് നടപടി എടുത്തിരുന്നു. അത് ഇടയാർ വ്യവസായ മേഖലയിൽ തന്നെ 5-ലധികം കമ്പനികൾക്കെതിരെയാണ് ഇത്തരത്തിൽ അടച്ചുപൂട്ടൽ നോട്ടീസ് അടക്കം നൽകിയത്. അത് കൃത്യമായ പരിശോധനകളുടെ അടിസ്ഥാനത്തിലായിരുന്നു, അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു. അന്ന് കണ്ടെത്തിയത് ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ തന്നെയായിരുന്നു. പെരിയാറിലേക്ക് രാസമാലിന്യം ഒഴുക്കിയെന്നടക്കമുള്ള കണ്ടെത്തലുകളും അതൊഴുക്കാനുള്ള കുഴലുകളടക്കം കണ്ടെത്തുകയും ചെയ്തിരുന്നു. അങ്ങനെ കമ്പനികൾ അടച്ചുപൂട്ടുകയും ചെയ്തതാണ്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ
സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡ് ചെയർപേഴ്സൺ ഒരു വിചിത്ര ഉത്തരവ്, ഒരു സർക്കുലർ പുറത്തിറക്കിയിരിക്കുന്നത്. അത് ഇപ്രകാരമാണ്: ഇത്തരത്തിലുള്ള കമ്പനികൾക്കെതിരെ നടപടിയെടുക്കാൻ പ്രാദേശിക പൊല്യൂഷൻ കൺട്രോൾ ബോർഡിലുള്ള ഉദ്യോഗസ്ഥർക്ക് അവകാശമില്ല, അധികാരമില്ല എന്നുള്ളതാണ് ആ സർക്കുലർ ചൂണ്ടിക്കാണിക്കുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ കണ്ടെത്തിയാൽ, അതായത് ജലമലിനീകരണമോ അന്തരീക്ഷ മലിനീകരണമോ ഒക്കെ കണ്ടാൽ അത് തെളിഞ്ഞാൽ പോലും സ്വമേധയാ നടപടിയെടുക്കാൻ ഇത്തരത്തിൽ ഉദ്യോഗസ്ഥർക്ക് ഇനി അധികാരമില്ല എന്നുള്ളതാണ് സർക്കുലർ പറയുന്നത്. അങ്ങനെ ഒരു നടപടിയിലേക്ക് പോകണമെങ്കിൽ സംസ്ഥാന ചെയർപേഴ്സന്റെ അനുമതി വേണം എന്നുള്ളതാണ്. അവരെ അറിയിച്ച ശേഷം, അവരുടെ അനുമതി ലഭിച്ച ശേഷം മാത്രമേ ഏതെങ്കിലും തരത്തിലുള്ള നടപടികളിലേക്ക് കടക്കാവൂ എന്നുള്ളതാണ് ഈ ഉത്തരവിൽ പറയുന്നത്. അത് എന്തായാലും വലിയ ഗുരുതരമായ പ്രശ്നങ്ങളിലേക്ക് കടക്കുന്ന ഒരു സർക്കുലർ കൂടിയാണ്. അതിന്റെ പിന്നിലെ ലക്ഷ്യം എന്താണ്, അത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഉത്തരവ് ഇപ്പോൾ പുറപ്പെടുവിക്കാൻ കാരണം എന്നടക്കമുള്ള കാര്യങ്ങളിൽ ഇപ്പോഴും ദുരൂഹത തുടരുകയാണ്. ഈ കമ്പനികളെ സഹായിക്കാനുള്ള ഇടപെടലാണ് PCB നടത്തുന്നത് എന്നുള്ള ആരോപണങ്ങളും പരിസ്ഥിതി പ്രവർത്തകരടക്കം ഇറക്കിയിട്ടുണ്ട്. എന്തായാലും സർക്കുലറിനെതിരെ പരസ്യ പ്രതിഷേധം കൂടി ഉയർത്താൻ ഒരുങ്ങുകയാണ് പരിസ്ഥിതി സംഘടനകളും പ്രവർത്തകരുമൊക്കെ. ശരി, അശ്വിൻ പാലാഴി വിവരങ്ങൾ നൽകുകയായിരുന്നു കൊച്ചിയിൽ നിന്ന്. കോഴിക്കോട് 4 വയസ്സുകാരന് അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചു. രോഗലക്ഷണങ്ങളോടെ കോഴിക്കോട് ചികിത്സയിലുള്ള കുട്ടിയുടെ പരിശോധനാ ഫലമാണ് പോസിറ്റീവായത്. മിഥില ബാലൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി കോഴിക്കോട്ട് നിന്ന്. മിഥില, കുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമാണ് എന്ന് ആശുപത്രിയിൽ നിന്ന് വിവരം ലഭ്യമാകുന്നതായി മനസ്സിലാക്കുന്നു. വിശദാംശങ്ങൾ എന്താണ് മിഥില? ശ്രീജിത്ത്, കഴിഞ്ഞ 10 ദിവസമായി കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ഈ 4 വയസ്സുകാരൻ ചികിത്സയിലുണ്ട്. അമീബിക് രോഗലക്ഷണങ്ങളോടെയായിരുന്നു ചികിത്സയിലുണ്ടായിരുന്നത്. ഈ രോഗലക്ഷണങ്ങൾ പ്രകടമായ അന്നു മുതൽ തന്നെ ജർമ്മനിയിൽ നിന്ന് എത്തിച്ച മരുന്നുൾപ്പെടെ 7 മരുന്നുകൾ ഈ കുട്ടിക്ക് കൃത്യമായി നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ആശങ്കയ്ക്കുള്ള സാഹചര്യം കുട്ടിയുടെ ആരോഗ്യനിലയിൽ നിലവിലില്ല. പോണ്ടിച്ചേരിയിലെ ലാബിലെ പരിശോധനാ ഫലമാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. നേരത്തെ ആശുപത്രിയിൽ നടത്തിയ പരിശോധനയിൽ, അതായത് പ്രാഥമിക പരിശോധനയിൽ രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ടെങ്കിലും ഈ അമീബിക് മസ്തിഷ്ക ജ്വരത്തിന്റെ പ്രോട്ടോകോൾ പ്രകാരം പോണ്ടിച്ചേരിയിലെ ലാബിലെ പരിശോധനാ ഫലം കൂടി പുറത്തു വന്നാൽ മാത്രമേ രോഗം സ്ഥിരീകരിച്ചു എന്ന് പറയാൻ കഴിയുകയുള്ളൂ. ഈ സാഹചര്യത്തിലായിരുന്നു ഒന്നുകൂടി വ്യക്തതയ്ക്ക് വേണ്ടി പോണ്ടിച്ചേരിയിലേക്ക് ഈ ഒരു സാമ്പിൾ അയച്ചത്. ആ സാമ്പിളിന്റെ പരിശോധനാ ഫലമാണ് വന്നത്. അതുപ്രകാരമാണ് ഈ കുട്ടിക്ക് ഒന്നുകൂടി ഇപ്പോൾ രോഗം സ്ഥിരീകരിച്ചതായി ആശുപത്രി അധികൃതർ അറിയിച്ചിട്ടുള്ളത്. ആശ്വാസകരം എന്നത് കൃത്യസമയത്ത് തന്നെ 24 മണിക്കൂറിനുള്ളിൽ തന്നെ ഈ കുട്ടിക്ക് ചികിത്സ തുടങ്ങാൻ കഴിഞ്ഞു എന്നത് തന്നെയാണ് ആശുപത്രി അധികൃതരിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന ഏറ്റവും ശുഭകരമായ വാർത്ത. അതേസമയം തന്നെ നേരത്തെ ചികിത്സയിലുള്ള, രോഗം സ്ഥിരീകരിച്ച് നേരത്തെ ചികിത്സയിലുള്ള 3.5 വയസ്സുകാരന്റെ വെന്റിലേറ്ററിലാണ് ഉള്ളതെങ്കിലും മരുന്നുകളോട് നല്ല രീതിയിൽ തന്നെയാണ് പ്രതികരിക്കുന്നതെന്നുമാണ് ഇപ്പോൾ ലഭ്യമായിക്കൊണ്ടിരിക്കുന്ന വിവരം. രഞ്ജിത്ത്, ശരി, കോഴിക്കോടാണ് 4 വയസ്സുകാരന് അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചിരിക്കുന്നത്. മരുന്നുകളോട് കുട്ടി പ്രതികരിക്കുന്നുണ്ട് എന്നാണ് ആശുപത്രിയിൽ നിന്ന് ലഭ്യമാകുന്ന വിവരം. അമീബിക് മസ്തിഷ്ക ജ്വരത്തിനുള്ള മരുന്ന് വിദേശത്ത് നിന്ന് എത്തിച്ചു. മിൽറ്റിഫോസിൻ എന്ന മരുന്ന് ജർമ്മനിയിൽ നിന്നാണ് എത്തിച്ചത്. വരും ദിവസങ്ങളിൽ കൂടുതൽ ബാച്ച് മരുന്നുകൾ എത്തിക്കും. രാജ്യത്ത് ലഭ്യത കുറവുള്ള മരുന്നാണിതെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു. അമീബിക് മെനിഞ്ചോ എൻകഫലൈറ്റിസിനു വേണ്ടിയുള്ള മരുന്ന് ശ്രീ ഷംസീർ വയലിൽ VPS ഗ്രൂപ്പ് ഇപ്പോൾ സർക്കാരിന് നൽകിയിരിക്കുകയാണ്. ഈ അവസരത്തിൽ പ്രത്യേകമായിട്ടുള്ള നന്ദി അദ്ദേഹത്തോടും അദ്ദേഹത്തിൻ്റെ ഗ്രൂപ്പിനോടും അറിയിക്കുകയാണ്. താങ്ക് യു വെരി മച്ച്. അതിൽ നമുക്കറിയാം, അമീബിക് മെനിഞ്ചോ എൻകഫലൈറ്റിസ് വളരെ അപൂർവമായിട്ട് ഉള്ള ഒരു രോഗമാണ്. പകർച്ചവ്യാധിയല്ല, എന്നാൽ വളരെ റെയറായിട്ടുണ്ടാകുന്ന, ആഗോളതലത്തിൽ തന്നെ വളരെ റെയറായിട്ടുണ്ടാകുന്ന ഒരു അസുഖമാണ്. MG പ്രതീഷ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. പ്രതീഷ്, ഇടയ്ക്കിടെ സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യമുണ്ട്. ഇന്ന് കോഴിക്കോട്ട് 4 വയസ്സുകാരന് കൂടി അത് സ്ഥിരീകരിക്കുന്നു. അതിനിടയിൽ മരുന്നെത്തുന്നു എന്നുള്ളത് ആശ്വാസകരമാണ്. അതിൻ്റെ വിശദാംശങ്ങൾ എന്താണ്? ആരോഗ്യവകുപ്പ് വിശദീകരിക്കുന്നത് എന്താണ്? MG പ്രതീഷ്. റിജിത്ത്, ആരോഗ്യമന്ത്രി അല്പം മുമ്പ് പറഞ്ഞതുപോലെ സംസ്ഥാനത്ത് തന്നെ വളരെ അപൂർവമായാണ് അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് നാളുകളായി സംസ്ഥാനത്ത് ഒന്നിലധികം കുട്ടികൾക്ക് ഈ രോഗം സ്ഥിരീകരിക്കുന്ന സാഹചര്യമുണ്ട്. പക്ഷേ ഈ രോഗത്തിന് പ്രത്യേകമായ ഒരു മരുന്ന് സാധാരണ ആരോഗ്യവകുപ്പിന്റെ പക്കൽ ഉണ്ടായിരുന്നില്ല. നിലവിൽ ഈ ജർമ്മനിയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന മിൽറ്റിഫോസിൻ മരുന്നാണ് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച കുട്ടികൾക്ക് ഉപയോഗിക്കുന്നത്. അതിന് ആ മരുന്ന് സംസ്ഥാനത്ത് നിലവിൽ സ്റ്റോക്ക് ഉണ്ടായിരുന്നില്ല. ഈ സാഹചര്യത്തിലാണ് ജർമ്മനിയിൽ നിന്ന് ഇന്ന് തിരുവനന്തപുരത്ത് മരുന്ന് എത്തിച്ചത്. ഡോക്ടർ ഷംസീർ വയലിന്റെ നേതൃത്വത്തിലാണ് മരുന്ന് ആരോഗ്യവകുപ്പിന് അല്പസമയം മുമ്പ് കൈമാറിയിട്ടുള്ളത്. നിലവിൽ ഈ രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലുള്ള കുട്ടികൾക്ക് ഈ മരുന്ന് ഉപയോഗിക്കുമെന്നതാണ് നിലവിൽ ആരോഗ്യമന്ത്രി അറിയിച്ചിരിക്കുന്ന കാര്യം. ഈ മഴക്കാലമായതോടു കൂടിയാണ് കൂടുതൽ പേർക്ക് ഈ രോഗം സ്ഥിരീകരിക്കുന്നത്. പ്രധാനമായും വെള്ളത്തിലൂടെ പകരുന്ന അസുഖമാണ് അമീബിക് മസ്തിഷ്ക ജ്വരം. ഈ അഴുക്കുചാൽ അല്ലെങ്കിൽ അത്രത്തോളം ഈ
ഈ മലിനമായ ജലത്തിൽ കുട്ടികൾ ഉൾപ്പെടെ ഇറങ്ങി കുളിക്കുമ്പോഴാണ് മൂക്കിലൂടെ ഈ വൈറസ് ഉള്ളിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. തുടർന്ന് തലച്ചോറിനെയാണ് ഈ രോഗം ബാധിക്കുകയും ചെയ്യുന്നത്. ഇതിൽ പെട്ടെന്ന് തന്നെ രോഗം ബാധിക്കുന്ന വ്യക്തി ഗുരുതരാവസ്ഥയിലേക്ക് പോകുന്ന സാഹചര്യമുണ്ട് ഈ രോഗത്തിന്. അതാണ് ആരോഗ്യവകുപ്പ് പ്രത്യേക ജാഗ്രത ഈ വിഷയത്തിൽ കാണിക്കുന്നതും മരുന്ന് ഇവിടെ എത്തിക്കാനുള്ള ശ്രമം നടത്തിയതും. ആരോഗ്യവകുപ്പിന്റെ അഭ്യർത്ഥന പ്രകാരമാണ് ഇപ്പോൾ ജർമ്മനിയിൽ നിന്ന് മരുന്ന് എത്തിച്ചിരിക്കുന്നത്. ശരി, MG പ്രതീഷ് വിവരങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. ഇടവേളയ്ക്ക് ശേഷം തിരികെ എത്താം. കേരള സർവകലാശാല സിൻഡിക്കേറ്റ് തെരഞ്ഞെടുപ്പിൽ ഇടത് സംഘടനകൾക്ക് മുന്നേറ്റം. 5 സീറ്റുകളിൽ ഇടത് സ്ഥാനാർത്ഥികൾ ജയിച്ചു. ഒരു BJP സ്ഥാനാർത്ഥിയും ജയിച്ചു. VA ഗിരീഷ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. ഗിരീഷ്, നേരത്തെ കോടതിയുടെ ഇടപെടലും തർക്കമുള്ള വോട്ടുകൾ എണ്ണരുത് എന്നുള്ള നിർദ്ദേശവും ഒക്കെ നമ്മൾ കണ്ടു. ഫലം നിലവിൽ വരുമ്പോൾ അതെങ്ങനെയാണ് ഗിരീഷ്? രാജ്യത്ത് കേരള സർവകലാശാല സിൻഡിക്കേറ്റിൽ നിലവിൽ ഫലമറിഞ്ഞ സീറ്റിൽ 5 സീറ്റ് ഇടതു സ്ഥാനാർത്ഥികളാണ് വിജയിച്ചത്. പ്രമോദ്, വിനോദ് കുമാർ, അജയ്, റഹീം, പ്രകാശ് എന്നിവരാണ് വിജയിച്ചത്. ഒരു BJP സ്ഥാനാർത്ഥിയും വിജയിച്ചു. BJP അനുകൂല സ്ഥാനാർത്ഥി TR മനോജ് ആണ് വിജയിച്ചത്. ആകെ 9 സീറ്റുകളിലാണ് മത്സരം. 3 ഇടത് സ്ഥാനാർത്ഥികൾ നേരത്തെ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. കേരള സർവകലാശാല ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു BJP അനുകൂല സംഘടനയിൽ നിന്നുള്ള സ്ഥാനാർത്ഥി വിജയിച്ചു വരുന്നത് എന്ന പ്രത്യേകത കൂടിയുണ്ട്. നിലവിൽ ഇപ്പോൾ വോട്ടെണ്ണൽ താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയാണ്. ഗവൺമെന്റ് കോളേജ് വിഭാഗത്തിൽ നിന്നുള്ള ഡോക്ടർ റഹീമിന്റെ വിജയത്തെ ചൊല്ലി ചെറിയ രീതിയിലൊരു തർക്കമുണ്ടായതാണ് ഇതിന് കാരണം. ഈ വോട്ട് വീണ്ടും എണ്ണാനും ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട്. റീജിത്ത. ശരി, VA ഗിരീഷ് വിവരങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. ജമ്മുകശ്മീരിലെ ബാരാമുള്ളയിൽ സ്ഫോടനം. 3 കുട്ടികളടക്കം 4 പേർ കൊല്ലപ്പെട്ടു. പരിക്കേറ്റ ഒരാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ട്രക്കിൽ നിന്ന് ആക്രി സാധനങ്ങൾ ഇറക്കുന്നതിനിടയിലാണ് സ്ഫോടനം ഉണ്ടായത്. വിനീത VG വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. വിനീത, ഈ സ്ഫോടനം സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ഈ ഘട്ടത്തിൽ ലഭ്യമാകുന്നുണ്ടോ? അതിൻ്റെ അന്വേഷണം നടക്കുന്നുണ്ട്. സ്ഫോടനത്തിന് പിന്നിലാര് എന്നത് സംബന്ധിച്ചുള്ള അന്വേഷണമൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. എന്തെങ്കിലും പുതിയ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ടോ വിനീത? റിജിത്ത്, ഈ സ്ഫോടനവുമായി ബന്ധപ്പെട്ട പോലീസ് കേസെടുത്തിപ്പോൾ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഒപ്പം തന്നെ ഫോറൻസിക് സംഘം ഈ സ്ഥലത്തെത്തി പരിശോധനകളും നടത്തിയിട്ടുണ്ട്. പക്ഷെ അതേസമയം എന്താണ് ഈ സ്ഫോടനത്തിന്റെ പ്രധാന കാരണം എന്നുള്ള രീതിയിലേക്കുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇനിയും പുറത്തേക്ക് വന്നിട്ടില്ല. അത്തരത്തിലേക്കൊക്കെ തന്നെ പോലീസിന്റെ അന്വേഷണം പുരോഗമിക്കുന്നു എന്ന റിപ്പോർട്ടാണ് നമുക്കിപ്പോൾ ലഭ്യമായിരിക്കുന്നത്. ഇന്ന് ഉച്ചയോടുകൂടിയാണ് ഈ സ്ഫോടനം ഉണ്ടാകുന്നത്. ജമ്മു കാശ്മീരിലെ ബാരാമുള്ളയിലെ സോപ്പൂരിലെ ഷെയർ കോളനിയിലാണ് ഈ അപകടം ഉണ്ടാകുന്നത്. ഈ ട്രക്കിൽ നിന്നും സാധനങ്ങൾ ഇറക്കുന്നതിനിടെയാണ് ഈ സ്ഫോടനം ഉണ്ടായത്. ഒപ്പം തന്നെ ഈ വലിയൊരു ഒച്ചയോടുകൂടി ഈ സ്ഫോടനം ഉണ്ടാകുമ്പോൾ ആ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ 2 കുട്ടികൾ കൊല്ലപ്പെട്ടു എന്നാണ് നമുക്കിപ്പോൾ ലഭ്യമായിരിക്കുന്ന റിപ്പോർട്ട്. 3 കുട്ടികൾ ഉൾപ്പെടെ 4 പേരാണ് ജമ്മു കാശ്മീരിലെ ഈ സോപ്പൂരിലുണ്ടായ സ്ഫോടനത്തിൽ മരിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ ചിലരെ സമീപമുള്ള ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ആശുപത്രിയിൽ ഒരുക്കിയിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. അവരുടെ ആരോഗ്യനില വലിയ രീതിയിൽ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം ഇല്ല എന്നും അറിയാൻ കഴിയുന്നുണ്ട്. അതേസമയം സ്ഫോടനത്തിന്റെ കാരണം എന്തെന്നുൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് പോലീസിന്റെ അന്വേഷണം എത്തിയിട്ടുണ്ടെന്നാണ് ഇപ്പോൾ നിലവിൽ ലഭ്യമാവുന്ന വിവരം. ശരി, വിനീത VG വിവരങ്ങൾ നൽകുകയായിരുന്നു ഡൽഹിയിൽ നിന്ന്. കൊച്ചിയിൽ സിനിമാ ഷൂട്ടിങ്ങിനിടെ ഉണ്ടായ അപകടത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തു. അന്വേഷണം നടത്തി 15 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാൻ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിഷ്ണു സുരേഷ് ചേരുകയാണ് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന്. വിശദാംശങ്ങൾ വിഷ്ണു. രാജ്യത്ത് കഴിഞ്ഞ ഞായറാഴ്ച പുലർച്ചെയാണ് ഇത്തരത്തിൽ സിനിമാ ഷൂട്ടിങ്ങിനിടെ കാറ് മറിഞ്ഞ അപകടമുണ്ടായത്. നടൻ അർജുൻ അശോകൻ ഉൾപ്പെടെ 5 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഈ വിഷയത്തിൽ നേരത്തെ പോലീസ് കേസെടുത്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ മനുഷ്യാവകാശ കമ്മീഷൻ വിഷയത്തിൽ ഇടപെട്ടിരിക്കുന്നത്. കലാകാരന്മാരുടെ ഇടയിൽ നിന്ന് ഇത്തരം അപകടങ്ങൾ ഉണ്ടാകുന്ന പ്രവണത ശരിയല്ല എന്നാണ് മനുഷ്യാവകാശ കമ്മീഷൻ ഈ വിഷയത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത്. 15 ദിവസത്തിനകം എന്താണ് സംഭവിച്ചതെന്നുള്ളതിന്റെ യഥാർത്ഥ റിപ്പോർട്ട് സമർപ്പിക്കാൻ സിറ്റി പോലീസ് കമ്മീഷണർക്ക് മനുഷ്യാവകാശ കമ്മീഷൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. റീജിത്ത്. ശരി, വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിന് മുന്നൊരുക്കങ്ങൾ നടത്താൻ ജില്ലാ കളക്ടർമാർക്ക് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം. വാർഡ് തലം മുതൽ ജില്ലാതലം വരെയുള്ള സമിതികൾ കൃത്യസമയത്ത് രൂപീകരിക്കണം. പകർച്ചവ്യാധികൾ തടയാൻ പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കണം. ആശുപത്രികളിൽ മരുന്ന് ലഭ്യത ഉറപ്പാക്കണമെന്നും മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി. VA ഗിരീഷ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. ഗിരീഷ്. രാജ്യത്ത് സർക്കാർ പ്രഖ്യാപിച്ച മാലിന്യമുക്ത നവകേരള ക്യാമ്പയിന് ആവശ്യമായ മുന്നൊരുക്കങ്ങൾ നടത്താനാണ്
മുഖ്യമന്ത്രി ഇപ്പോൾ കളക്ടർമാർക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഓൺലൈനായി ചേർന്ന ജില്ലാ കളക്ടർമാരുടെ യോഗത്തിലാണ് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ വാർഡ് തലം മുതൽ ജില്ലാതലം വരെ കൃത്യമായിട്ട് സമിതികൾ രൂപീകരിക്കണം. നിർദ്ദേശിച്ച പ്രവർത്തനങ്ങൾ അതാത് സമയത്ത് നടക്കുന്നുവെന്ന് ഉറപ്പാക്കണം. ജില്ലയുടെ ചുമതലയുള്ള മന്ത്രിമാരുടെ സാന്നിധ്യത്തിൽ യോഗം നടത്തി വിശദാംശങ്ങൾ തയ്യാറാക്കണമെന്നും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചിട്ടുണ്ട്. ഒക്ടോബർ 2 മുതൽ മാർച്ച് 30 വരെയാണ് ഈ ക്യാമ്പയിൻ ഇപ്പോൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. പകർച്ചവ്യാധികൾ തടയുന്നതിന് വീണ്ടും പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കണം. കേരളത്തിൽ നിന്ന് അപ്രത്യക്ഷമായ പല രോഗങ്ങളും ഇപ്പോൾ തിരിച്ചു വരുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് ആശുപത്രികളിൽ മരുന്ന് ലഭ്യത ഉറപ്പാക്കണമെന്നും മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി. ഏറ്റവും പ്രധാനമായിട്ടുള്ളത് 2025ഓടെ അതിദാരിദ്ര്യം പൂർണ്ണമായും ഇല്ലാതാക്കുന്നതിനുള്ള നടപടികളിലേക്കും കളക്ടർമാർ കടക്കണമെന്ന നിർദ്ദേശമാണ് റിജിത്ത്. ശരി, വി എ ഗിരീഷ് വിവരങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. KSEB ജീവനക്കാർക്കും പെൻഷൻകാർക്കും 3% DA അനുവദിച്ച് KSEB ഉത്തരവിറക്കി. 2002 മുതലുള്ള DA കുടിശ്ശിക PF-ൽ ലയിപ്പിക്കും. കൊല്ലം ചിതറ അരിപ്പയിൽ അടച്ചിട്ട വീട്ടിൽ മോഷണം, 10 പവന്റെ ആഭരണങ്ങൾ കവർന്നു. മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിന് മുന്നൊരുക്കങ്ങൾ നടത്താൻ ജില്ലാ കളക്ടർമാർക്ക് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം. എറണാകുളം കിഴക്കമ്പലം കുമ്മനോട് വാഹനാപകടം, നിയന്ത്രണം വിട്ട ബൈക്ക് കനാലിലേക്ക് മറിഞ്ഞ് യുവാവിന് ദാരുണാന്ത്യം. കൈതക്കാട് സ്വദേശി സന്തോഷാണ് മരിച്ചത്. വടകര കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ കേസ് ഡയറി ഹാജരാക്കാൻ ഹൈക്കോടതിയുടെ നിർദ്ദേശം. ഓഗസ്റ്റ് 12-ന് മുൻപായി കേസ് ഡയറി ഹാജരാക്കണം. പത്തനംതിട്ട ഇലന്തൂരിൽ റോഡരികിലെ കോൺക്രീറ്റ് പ്രതലം ഇടിഞ്ഞു താഴ്ന്ന് ലോറി ചരിഞ്ഞു. മതിലിൽ തട്ടി നിന്നതിനാലാണ് ലോറി മറിയാതിരുന്നത്. ഇനി 100 ന്യൂസ് കാണാം. പ്രേക്ഷകർക്കൊപ്പം പ്രവിത ലക്ഷ്മി എത്തും. നമസ്കാരം.